നമസ്കാരം. കേരളത്തിലെ ഓരോ ഗ്രാമങ്ങളുടെയും കഴിഞ്ഞ ഭരണ കാലയളവിലെ വളർച്ച അതത് പഞ്ചായത്തുകളിലൂടെ നടത്തിവന്ന വികസന പ്രവർത്തനങ്ങളിലൂടെയെല്ലാം അവർ കൈവരിച്ച നേട്ടങ്ങളെല്ലാം വിലയിരുത്തുകയാണ് കേരള വിഷൻ ന്യൂസിന്റെ പ്രത്യേക പരിപാടിയായ എന്റെ പഞ്ചായത്തിലൂടെ. ഇന്ന് നമ്മളോടൊപ്പമുള്ളത് കൊല്ലം ജില്ലയിലെ കല്ലുവാതുക്കൽ പഞ്ചായത്ത് പ്രസിഡന്റ് എൻ ശാന്തിനി, കോഴിക്കോട് ജില്ലയിലെ ഉള്ളിയേരി പഞ്ചായത്ത് പ്രസിഡന്റ് സി അജിത എന്നിവരാണ്. എന്റെ പഞ്ചായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൊല്ലം ജില്ലയിലെ കല്ലുവാതുക്കൽ ഗ്രാമപഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളിലേക്കാണ് ആദ്യം നമ്മൾ കടക്കുന്നത്. പഞ്ചായത്തിനെ കുറിച്ച് വിവരങ്ങൾ പങ്കുവയ്ക്കാൻ പ്രസിഡന്റ് എൻ ശാന്തിനി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. നമസ്കാരം ശാന്തിനി. ആദ്യം തന്നെ ഈ ഭരണ കാലയളവിലെ മൊത്തം വികസന പ്രവർത്തനങ്ങളെ എല്ലാം ഒന്ന് വിലയിരുത്താമോ? കല്ലുവാതുക്കൽ കൊല്ലം ജില്ലയിലെ കല്ലുവാതുക്കൽ പഞ്ചായത്താണ് എന്റെ പഞ്ചായത്ത്. 23 വാർഡാണ് നമുക്കുള്ളത്. 23 വാർഡുകളിലും പഞ്ചായത്തിന്റെ എല്ലാ വികസന പ്രവർത്തനങ്ങളും നടത്തി വന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ പ്രധാനമായിട്ടും നമ്മൾ കൊടുക്കുന്നത് കാർഷിക മേഖലയ്ക്കും അതുപോലെ തന്നെ ലൈഫ് പദ്ധതി, കുടിവെള്ളം, ആരോഗ്യ മേഖല എന്നിവയ്ക്കെല്ലാം പ്രധാനപ്പെട്ട പല പങ്കുകളും നമ്മൾ വഹിച്ചിട്ടുണ്ട്. നല്ല കാര്യങ്ങളാണ് ചെയ്തിരിക്കുന്നത്. കാർഷിക മേഖലയിലാണെങ്കിൽ 46 ലക്ഷം രൂപ നമ്മൾ വച്ചു. നെൽകൃഷി വികസനം, തരിശു ഭൂമിയിൽ കൃഷി ഇറക്കൽ, അതുപോലെ തന്നെ ഫലവൃക്ഷത്തൈ, ഇടവിള കൃഷി തുടങ്ങിയവയും, അതുപോലെ ഓണക്കാലത്ത് നമ്മൾ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്നാണ് അത്തപ്പൂക്കളത്തിനൊക്കെ വാങ്ങുന്നത്. അത് മതിയാക്കുന്നതിന് വേണ്ടി, അല്ലാതെ നമ്മുടെ വാണിജ്യാടിസ്ഥാനത്തിൽ പൂക്കൃഷി നടത്തുന്നതിന് വേണ്ടി പൂക്കൃഷി എന്നിവയെല്ലാം നടത്തി കൊച്ചു കൊച്ചു കർഷകരെ പ്രോത്സാഹിപ്പിച്ചിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാവരും, അതായത് എല്ലാവർക്കും കൃഷി, ഞങ്ങളും കൃഷിയിലേക്ക് എല്ലാ വീടുകളിലും പച്ചക്കറി ഉണ്ടാകണമെന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഞങ്ങളും കൃഷിയിലേക്ക് എന്നുള്ള പദ്ധതി നടപ്പിലാക്കി വരുന്നത്. പിന്നെ മൃഗസംരക്ഷണവും ക്ഷീരസംരക്ഷണവുമായി ബന്ധപ്പെട്ടും വലിയ വലിയ പദ്ധതികളാണ് നമ്മൾ ഏറ്റെടുത്തിരിക്കുന്നത്. അത് തന്നെ മൃഗസംരക്ഷണത്തിന് 80 ലക്ഷം രൂപയാണ് നമ്മൾ പദ്ധതി വീതം വെച്ച് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ക്ഷീരവികസനത്തിന് 57 ലക്ഷം രൂപയും വച്ചിട്ടുണ്ട്. വെറ്റിനറിയിൽ പ്രധാനപ്പെട്ട നമ്മുടെ കർഷകരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി വെറ്റിനറിയിൽ ആട് വളർത്തൽ, പോത്ത് വളർത്തൽ, പിന്നെ മുട്ടയ്ക്ക് വേണ്ടി മുട്ടക്കോഴി വളർത്തൽ, അതുപോലെ തന്നെ കറവ പശു പാലിന് വേണ്ടി മുട്ട, ഇറച്ചി തുടങ്ങിയവയ്ക്കും വേണ്ടി കറവ പശു വളർത്ത, ഇതുവയെല്ലാം പദ്ധതികൾ ഏറ്റെടുത്ത് അത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ എന്തായാലും തീർച്ചയായും കൃഷിക്കും കർഷകർക്കും അടക്കം നിരവധി പ്രാധാന്യം നൽകുന്ന ഒരു പഞ്ചായത്ത് കൂടിയാണ് കല്ലുവാതുക്കൽ പഞ്ചായത്ത്. ഇത്തരത്തിൽ ഈ കൃഷികൾക്കെല്ലാം തന്നെ വലിയ രീതിയിലുള്ള ഒരു സംരക്ഷണങ്ങളും എല്ലാം നൽകുമ്പോൾ തന്നെ വന്യജീവി ആക്രമണങ്ങളെല്ലാം തന്നെ വലിയൊരു രീതിയിൽ പഞ്ചായത്തിന്റെ ഈ ഒരു കർഷകരെയും കൃഷിയെയും വലിയ രീതിയിൽ ബാധിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുന്നുണ്ടല്ലേ? ഉണ്ട്. പന്നിയുടെ ശല്യം രൂക്ഷമായിട്ടുണ്ട്. അതുപോലെ തന്നെ പട്ടിയും, അതുപോലെ നമുക്ക് പന്നിയെ വെടിവെച്ച് കൊല്ലാനുള്ള അനുവാദം ഉണ്ടെങ്കിൽ പോലും അത് ഫലപ്രദമായി ചെയ്യാൻ നമുക്ക് കഴിയുന്നില്ല. കാരണം രാത്രി കാലങ്ങളിലാണ് ഈ പന്നി ഇറങ്ങുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ചെല്ലുമ്പോൾ പന്നിയെ കിട്ടുന്നില്ല. അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്. ആ രീതിയിൽ എല്ലാ കർഷകരും വിഷമിക്കുന്ന ഒരു കാര്യമാണ്. കർഷകർക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. അത് ഫലപ്രദമായി നടപ്പിലാക്കാൻ നമ്മൾ പരമാവധി ശ്രമിക്കുന്നുണ്ട്. തീർച്ചയായും ഈ സർക്കാരിന്റെ റാബിസ് ഫ്രീ കേരളം പദ്ധതിക്ക് കല്ലുവാതുക്കൽ പഞ്ചായത്തിൽ തുടക്കമായല്ലോ. എങ്ങനെയാണ് ഈ ഒരു പദ്ധതി പഞ്ചായത്തിന്റെ പങ്കാളിത്തം ഉണ്ടാവുന്നത്? ഇതെങ്ങനെയാണ് നടപ്പിലാക്കുന്നത്? തെരുവുനായ ശല്യമടക്കം തന്നെ വലിയ രീതിയിലാണ് ജനങ്ങളെ എല്ലാം ബാധിക്കുന്നത്. സർ, ചോദ്യം ഒന്നുകൂടെ പറയാവോ? ഈ സർക്കാരിന്റെ റാബിസ് ഫ്രീ കേരളം പദ്ധതിക്ക് കല്ലുവാതുക്കൽ പഞ്ചായത്തിൽ തുടക്കമായിട്ടുണ്ടല്ലോ. എങ്ങനെയാണ് ഈ ഒരു പദ്ധതിയിലേക്ക് പഞ്ചായത്തിന്റെ പങ്കാളിത്തം ഒക്കെ നടപ്പിലാക്കുന്നത്? തെരുവ് പട്ടികൾക്ക് വാക്സിനേഷൻ നടത്തിയാണ് ഇപ്പൊ നമ്മള് കൊല്ലം ജില്ലയിൽ കിട്ടിയത്. വാക്സിനേഷൻ ആണ്. അതിപ്പോ നല്ല വിപുലമായ രീതിയിൽ അത് നടത്തി വരികയാണ്. ഇപ്പൊ എല്ലാ വാർഡുകളിലും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ മുക്കാൽ ഭാഗവും നടത്തി കഴിഞ്ഞു, വാക്സിനേഷൻ കൊടുത്തു കഴിഞ്ഞു. പിന്നെ പേവിഷബാധയ്ക്ക് കുറച്ച്, അതായത് ഒരുപാട് പേരെ ഒന്നും ചെയ്യാൻ അതിനുള്ളത് മരുന്നിന്റെ ഷോർട്ടേജ് മൂലം നടപ്പിലാക്കാൻ കഴിഞ്ഞില്ല. എങ്കിൽ പോലും ഒരു പരിധി വരെയൊക്കെ നമുക്ക് പേവിഷബാധ ചെയ്യാൻ കഴിയും.
തീർച്ചയായും മറ്റൊന്ന് ഈ ആരോഗ്യ രംഗത്തെ നേട്ടങ്ങളാണ് ഈ ഒരു കല്ലുവാതുക്കൽ പഞ്ചായത്തിൻ്റെത് എടുത്തു പറയേണ്ടത്. ഈ മെഡിക്കൽ ക്യാമ്പുകൾ, ചികിത്സാ ധനസഹായ വിതരണം അടക്കമുള്ള കാര്യങ്ങൾ പഞ്ചായത്ത് എങ്ങനെയാണ് നടത്തി വരുന്നത്? ആരോഗ്യ മേഖലയിൽ വിപുലമായ പദ്ധതികളാണ് നമ്മൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ആരോഗ്യ മേഖലയിൽ PHC, അതായത് പ്രൈമറി ഹെൽത്ത് സെന്ററിന് 92 ലക്ഷം രൂപയാണ് നമ്മൾ പദ്ധതി വിഹിതമായി വച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ആയുർവേദ, ഹോമിയോ, സിദ്ധ എന്നീ 3 ആശുപത്രികൾക്ക് വേണ്ടി 18 ലക്ഷം രൂപ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സ്വാന്തന പരിചരണം അവർക്ക് 15 ലക്ഷം രൂപ പദ്ധതി വെച്ച് അവർക്ക് മരുന്ന് വാങ്ങലും എല്ലാ കാര്യത്തിനും ആ പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ 2 വർഷം നമുക്ക് തുടർച്ചയായിട്ട് ഇതില് നമുക്ക് സംസ്ഥാന സർക്കാരിന്റെ പുരസ്കാരം ലഭിക്കുകയുണ്ടായി. അതുപോലെ തന്നെ ഹോമിയോ ആശുപത്രിക്ക് ക്യാഷ് അക്രഡിറ്റേഷനും അതുപോലെ തന്നെ NABH കിട്ടിയിട്ടുണ്ട്. തീർച്ചയായും ഈ ഒരു അംഗീകാര പുരസ്കാര നിറവിൽ തന്നെയാണ് കല്ലുവാതുക്കൽ പഞ്ചായത്തും ഉള്ളത്. ഒപ്പം തന്നെ പഞ്ചായത്തിലെ ഈ മാലിന്യ സംസ്കരണവും മാലിന്യ നിർമ്മാർജ്ജനവും എല്ലാമുള്ള പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് നടപ്പിലാക്കുന്നത്? ഈ MCFകൾ, മിനി MCFകൾ, ഈ ബയോബിനുകൾ അടക്കം തന്നെ നൽകിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ഏത് രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്? ഇതിൽ പ്രധാനമായും ഹരിതകർമ്മ സേനാംഗങ്ങളുടെ പ്രവർത്തനവും എടുത്തു പറയേണ്ടതാണ്. ഹരിതകർമ്മ സേന അംഗങ്ങൾ നമുക്ക് നിലവിൽ ഇപ്പൊ 52 പേരുണ്ട്. 52 പേരും നല്ല രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെക്കുന്നുണ്ട്. നമുക്ക് മെയിനായിട്ട് 2 MCF ഉണ്ട്. MCF 1ഉം 2 മാർക്കറ്റുകളുണ്ട്. 2 മാർക്കറ്റുകളിലും ക്യാമറ സ്ഥാപിച്ചിട്ടുണ്ട്. ഇനി ഒരു 5 ക്യാമറ കൂടി നമ്മൾ വയ്ക്കാനുള്ള എല്ലാ ടെൻഡറും എല്ലാം കഴിഞ്ഞു. ഇപ്പൊ ഉടൻ തന്നെ അത് വയ്ക്കും. പിന്നെ ഹരിതകർമ്മ സേന അംഗങ്ങൾക്ക് 52 പേരുണ്ടെങ്കിലും 14,695ഓളം വീടുകൾ നമുക്കുണ്ട്. അതുപോലെ തന്നെ കടകളും ഒക്കെ ഉണ്ട്. അതിലെല്ലാം നമ്മൾ മിനി MCF ഉണ്ട്, ബോട്ടിൽ ബൂത്ത് ഉണ്ട്, ഇതെല്ലാം നമുക്ക് വച്ചിട്ടുണ്ട്. ബിന്നുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഇതെല്ലാം സ്ഥാപിച്ച് പഞ്ചായത്ത് നല്ല വിപുലമായ രീതിയിലാണ് നമ്മൾ മാലിന്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട്, അതുപോലെ തന്നെ ഹരിതകർമ്മ സേനയെ കൊണ്ട്, അതുപോലെ തന്നെ സ്കൂളുകൾ, സ്ഥാപനങ്ങൾ ഹരിത സ്ഥാപനങ്ങളാക്കി മാറ്റി അവർക്ക് സർട്ടിഫിക്കറ്റ് വിതരണവും മറ്റു കാര്യങ്ങളും എല്ലാം നടത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ വിദ്യാഭ്യാസ രംഗത്തിലേക്കും കുട്ടികളെ കൂടി ഇത്തരത്തിൽ ഈ ഹരിത സ്കൂളുകളെല്ലാം ആക്കി മാറ്റുമ്പോൾ തന്നെ ഈ ഒരു പഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങൾ എത്രത്തോളം മികവുറ്റതാണ് എന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നു. സ്കൂളുകൾ കേന്ദ്രീകരിച്ച് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ ഒപ്പം തന്നെ ഈ സ്മാർട്ടാക്കാനും അംഗനവാടികളടക്കം തന്നെ സ്മാർട്ടാക്കാനുമുള്ള പദ്ധതികളെല്ലാം തന്നെ പഞ്ചായത്തിൽ നടപ്പിലാക്കി വരുന്നുണ്ടോ? നടപ്പിലാക്കി വരുന്നുണ്ട്. സ്കൂളുകൾ കേന്ദ്രീകരിച്ച് നമ്മൾ ഹരിത സർട്ടിഫിക്കറ്റ് കൊടുത്തു കഴിഞ്ഞ് കുട്ടികളെല്ലാം ബോധവൽക്കരണം നടത്തുന്നതിന് വേണ്ടി ഹരിതസഭ തുടങ്ങി. ഹരിതസഭയിൽ നല്ല കുട്ടികളുടെ പങ്കാളിത്തം നമുക്കുണ്ടായിരുന്നു. അതുപോലെ തന്നെ അധ്യാപകരുടെ പങ്കാളിത്തം ഉണ്ടായിരുന്നു, സ്ഥാപനങ്ങളുടെ പങ്കാളിത്തം ഉണ്ടായിരുന്നു. അവരെല്ലാം ഹരിതചട്ടം പാലിച്ച് അവർക്കെല്ലാം സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഹരിതചട്ടം പാലിക്കുന്നതിൽ കൂടുതൽ മുൻഗണനയെല്ലാം നടക്കുമ്പോൾ തന്നെ ഈ സംസ്ഥാനം ഒന്നാകെ ഇപ്പോൾ നേരിടുന്ന വലിയൊരു പ്രശ്നം ലഹരി മാഫിയയുടെ കൈപ്പിടിയിൽ കുട്ടികളടക്കം ഒതുങ്ങുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുകയാണ്. ഇത്തരത്തിൽ ഈ ലഹരി വിമുക്ത പദ്ധതികളെല്ലാം തന്നെ ഏത് രീതിയിലാണ് പഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്? ലഹരി മുക്തവുമായി ബന്ധപ്പെട്ട് സ്കൂളുകളിലാണ് നമ്മൾ അതിന്റെ ക്യാമ്പും അതുപോലെ തന്നെ ക്ലാസ്സുകളും ഒക്കെ കൊടുത്തു വരുന്നത്. അത് നല്ല രീതിയിൽ ഒരു പ്രവർത്തനം കാഴ്ചവെക്കുന്നുണ്ട്. പിന്നെ കുട്ടികളെ സംബന്ധിച്ച് സ്കൂളുകൾ കൂടി അതിൽ നല്ല രീതിയിൽ കേന്ദ്രീകരിച്ച് പോയെങ്കിൽ മാത്രമേ നമുക്കത് മാതൃകാപരമായി നമുക്ക് ആ കാര്യങ്ങൾ നടപ്പിലാക്കാൻ കഴിയൂ. തീർച്ചയായും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെയാണ് വിദ്യാലയങ്ങൾ, ഈ അംഗനവാടികളടക്കം കേന്ദ്രീകരിച്ച് പഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്. ഒപ്പം തന്നെ ഈ ഒരു പഞ്ചായത്ത് നമ്മൾ ഈ ദൃശ്യങ്ങളിലടക്കം കാണുന്നത് പോലെ നിരവധി വാർഡുകളിൽ മിനി ഹൈമാസ്റ്റ് സ്ഥാപിക്കാനായാലും അതടക്കം പഞ്ചായത്തിലെ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനം എത്രത്തോളമായി? നമ്മൾ ഹൈമാസ്റ്റ് ലൈറ്റ് ഉൾപ്പെടെ, അതായത് എല്ലാ വാർഡിലും LED ബൾബുകൾ സ്ഥാപിച്ചു. എന്തായാലും പ്രകാശപൂരിതമാണ് നമ്മുടെ കല്ലുവാതുക്കൽ പഞ്ചായത്ത്. പിന്നെ ഹൈവേയുമായി ബന്ധപ്പെട്ട് ഹൈവേയുടെ ഭാഗത്തുള്ള ഒരു പഞ്ചായത്താണ് കല്ലുവാതുക്കൽ പഞ്ചായത്ത്. ഹൈവേയുടെ പണി നടക്കുന്നതുകൊണ്ട് ഹൈവേയിൽ ആ പണി കംപ്ലീറ്റ് ആക്കാൻ നമുക്ക് കഴിഞ്ഞില്ല. എങ്കിൽ പോലും ഉടൻ തന്നെ ആ പദ്ധതികൾ നടപ്പിലാക്കി വരാൻ നമുക്ക് സാധിക്കും എന്നുള്ള ഒരു ഉറപ്പ് നമുക്കുണ്ട്. ആ രീതിയിൽ തന്നെ പോകും. എങ്കിലും ഗ്രാമപ്രദേശങ്ങളിലെല്ലാം സമ്പൂർണ്ണ വെളിച്ചം തന്നെയാണ്. LED ബൾബുകളും അതുപോലെ തന്നെ ഹൈമാസ്റ്റ് ലൈറ്റുകളും മിനി ഹൈമാസ്റ്റ് ലൈറ്റുകളും എല്ലാം സ്ഥാപിച്ചിട്ടുണ്ട്.
തീർച്ചയായും ഗതാഗതത്തോടനുബന്ധിച്ച് തന്നെ ഇത്തരത്തിൽ വഴിവിളക്കുകളെല്ലാം തന്നെ സ്ഥാപിക്കാൻ പഞ്ചായത്തിനായിട്ടുണ്ട്. ഇനി മറ്റ് കാര്യങ്ങളിലേക്ക് കടക്കുമ്പോൾ ഈ ലൈഫ് ഭവന പദ്ധതി അതോടൊപ്പം തന്നെ PMAY പദ്ധതി പ്രകാരം ഈ പഞ്ചായത്തിലെ മുഴുവൻ ആളുകളിലേക്കും വീടുകൾ എത്തിച്ച് നൽകാൻ ഈ ഒരു പഞ്ചായത്തിന് സാധിച്ചിട്ടുണ്ടോ? ലൈഫ് പദ്ധതി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലൈഫ് പദ്ധതിയിൽ ആകെ 617 പേർക്ക് നമ്മൾ എഗ്രിമെന്റ് വെച്ച് കഴിഞ്ഞു. അതിൽ 518 പേര് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. 229 പേർക്ക് വസ്തു വാങ്ങാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ സംസ്ഥാനം ഇപ്പോൾ കടുത്തൊരു വേനലിനെ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ ജലാശയങ്ങൾ, പൊതുജലാശയത്തിന്റെ സംരക്ഷണങ്ങളും അതോടൊപ്പം തന്നെ എല്ലാ ജനങ്ങളിലേക്കും കുടിവെള്ളം, ശുദ്ധമായിട്ടുള്ള കുടിവെള്ളം അടക്കം എത്തിക്കാൻ ഈ ഒരു പഞ്ചായത്തിന് എത്രത്തോളം ആയിട്ടുണ്ട്? കുടിവെള്ളം കല്ലുവാക്ക പഞ്ചായത്തിനെ അപേക്ഷിച്ച് കുടിവെള്ള ക്ഷാമമുള്ള ഒരു പ്രദേശമാണ്. അതിൽ നമുക്ക് ഇവിടെ ജലജീവൻ മിഷന്റെ പദ്ധതികൾ നടപ്പിലാക്കി ഒരുപാട് കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. എങ്കിൽ പോലും ഈ മാർച്ച് മാസത്തോടുകൂടി ചില പ്രദേശങ്ങളിൽ ദൗർലഭ്യം ഉണ്ടാകാറുണ്ട്. അതിപ്പോ വാട്ടർ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട് ഞങ്ങള് വെള്ളം അത് കൊടുക്കാനുള്ള തീരുമാനം ഉടനെ തന്നെ ആവും. മാർച്ച് മാസമാണ്. അത്ര രൂക്ഷമായ പ്രദേശങ്ങളിൽ വെള്ളം എത്തിക്കും. തീർച്ചയായും. ഒപ്പം തന്നെ ഇത്തരത്തിൽ നിരവധിയായിട്ടുള്ള നേട്ടങ്ങൾ കരസ്ഥമാക്കിയിട്ടുള്ള ഒരു പഞ്ചായത്താണ്. അതോടൊപ്പം തന്നെ ഏതെങ്കിലും തരത്തിലുള്ള വെല്ലുവിളികൾ ഈ ഒരു പഞ്ചായത്ത് നേരിടുന്നുണ്ടോ? വലിയ വെല്ലുവിളിയായിട്ട് പഞ്ചായത്തിലുള്ളത് നേരത്തെ പറഞ്ഞതുപോലെ ഈ പന്നിയുടെ ശല്യമാണ് ഏറ്റവും കൂടുതലുള്ളത്. ഒരു കാടുമായി ബന്ധപ്പെട്ട പ്രദേശം അല്ലെങ്കിൽ പോലും ഇപ്പൊ നാട്ടിൻപുറത്ത് ഈ വെളിപ്രദേശങ്ങളിലെല്ലാം പന്നിയുടെ ശല്യമുണ്ട്. ഒപ്പം പട്ടിയുടെ ശല്യവും ഞങ്ങളുടെ പഞ്ചായത്തിനെ അപേക്ഷിച്ച് വെല്ലുവിളി തന്നെയാണ്. അതിന് ഒരു മാർഗം കണ്ടുപിടിച്ചില്ലെങ്കിൽ നമ്മൾ ഈ വെല്ലുവിളിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ എന്ത് മാർഗം ഉണ്ടാകുമെന്നുള്ള ഒരു പരിഭ്രാന്തി ഞങ്ങൾക്കുണ്ട്. കാരണം പട്ടികളുടെ ശല്യം അത് ഏറ്റവും വലിയ ശല്യമാണ്. പട്ടിയെ കൊല്ലാൻ പറ്റുന്നില്ല. റാബിസിന്റെ കുത്തിവയ്ക്കുന്നത് ഉണ്ടായാൽ പോലും ഓരോ ദിവസം ചെല്ലും തോറും ഈ പട്ടികള് പ്രജനനം കൂടി വരികയാണ്. അത് വലിയൊരു വെല്ലുവിളിയാണ്. അതുപോലെ തന്നെ ഈ പന്നിയുടെ ശല്യവും വലുതാണ്. അതെന്തെങ്കിലും ഒരു മാർഗം നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയാൻ പറ്റില്ല. എങ്കിൽ പോലും നമുക്ക് വല്ലാതെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന ഒരു പഞ്ചായത്ത് തന്നെയാണ്. തീർച്ചയായും ഈ വന്യജീവി ആക്രമണങ്ങൾ അതോടൊപ്പം തന്നെ തെരുവുനായ ശല്യം തന്നെ പെട്ടെന്ന് തന്നെ പരിഹരിച്ച ജനങ്ങളിലേക്ക് നല്ല രീതിയിലുള്ള ഒരു പ്രവർത്തനം കാഴ്ചവെക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഒപ്പം ഭാവിയിലേക്ക് എന്തൊക്കെ പദ്ധതികളാണ് കരുതി വെച്ചിരിക്കുന്നത്? ഭാവിയിലേക്ക് പദ്ധതിയിൽ ഇതൊക്കെ തന്നെ നമ്മൾ കൊണ്ടുപോകുന്നുണ്ട്. അത് പിന്നെ ഇനിയിപ്പം ഹരിതകർമ്മസേനയുമായി ബന്ധപ്പെട്ട വെയിലും മിഷന്റെ അതെല്ലാം നമ്മൾ ഭാവിയിലേക്ക് എടുത്തേക്കുന്നതാണ്. അതിപ്പം അടുത്ത പ്രോജക്റ്റിൽ നമുക്ക് ചെയ്യാൻ കഴിയും. പിന്നെ അതുപോലെ തന്നെ ശ്മശാനം, അത് MCFുമായി ബന്ധപ്പെട്ട് തന്നെ സ്ഥലപരിമിതികളുണ്ട്. കാരണം നമുക്ക് ഇപ്പോഴുള്ള MCF എന്ന് പറയുന്നത് പിന്നെ 2000 സ്ക്വയർ ഫീറ്റിൽ ഉള്ളത് മാത്രമാണ്. നമ്മുടെ ഈ കല്ലുവാക്കൽ പഞ്ചായത്തിനെ അപേക്ഷിച്ച് മാലിന്യം, പ്ലാസ്റ്റിക് ധാരാളം ഉള്ളതാണ്. അത് കൊണ്ടുവയ്ക്കാനുള്ള ഒരു സ്ഥലമില്ലാത്തത് കൊണ്ട് നമ്മൾ MCFന് ശ്മശാനത്തിനും വേണ്ടി ഫണ്ട് പദ്ധതിയിൽ വച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കെട്ടിടത്തിനും വെച്ചിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ഒരു 10ഓളം പ്രദേശങ്ങൾ ഞങ്ങൾ കണ്ടെത്തി അത് വാങ്ങുന്നതിനുള്ള നടപടി കളക്ടർ ചേംബർ വരെ എത്തിയിട്ടുണ്ട്. അത് എന്തായാലും ഉടൻ തന്നെ നടപ്പിലാക്കും. മാലിന്യ നിർമ്മാർജ്ജനം തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നം നമുക്ക് ഇപ്പോൾ നേരിടുന്നത്. ജനസാന്ദ്രത കൂടിയതാണ്. ഏതായാലും 37 കിലോമീറ്ററോളം നീണ്ടു കിടക്കുന്ന ഒരു പ്രദേശത്തോളം ഉള്ള ഒരു പഞ്ചായത്താണ്. അപ്പൊ അതുപോലെ തന്നെ ജനസംഖ്യയും കൂടുതലുള്ളതാണ്. അത് ഞങ്ങളെ നേരിടുന്ന ഒരു വെല്ലുവിളി തന്നെയാണ്. തുടർന്നുള്ള പ്രവർത്തനങ്ങളും നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകാനാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. കല്ലുവാതുക്കൽ പഞ്ചായത്തിൽ കഴിഞ്ഞ ഭരണകാലയളവിൽ നടത്തിയ പ്രവർത്തനങ്ങളാണ് നമ്മളോട് പങ്കുവച്ചത്. നന്ദി ശ്രീമതി ശാന്തിനി. കഴിഞ്ഞ കാലങ്ങളിലെ പോലെ വരും വർഷങ്ങളും അനുകൂലമാകട്ടെ എന്ന് ആശംസിക്കുകയാണ്.